ഹായ്, ഇന്ന് വന്നേക്കുന്നത് ചെറായി കാറ്റാടി ബീച്ചിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബീച്ചിലൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഒരു 5:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ബീച്ചിൽ വന്ന്. ചെറായി ബീച്ചിൻ്റെ മുൻപ് ബീച്ചിൻ്റെ സെൻറ്ററായിട്ടാണ് കാറ്റാടി ബീച്ച് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇരുട്ടൊന്നും അല്ലാത്തതുകൊണ്ട്. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റൊക്കെ വന്ന്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നടന്ന് കാഴ്ചകളും ഗെയിമുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ. ബീച്ചിൽ വന്നാൽ ബജ്ജി കഴിക്കണം, ബജ്ജി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാനും ചേച്ചിയും കോളിഫ്ലവർ ബജ്ജിയും അമ്മയും അച്ഛനും മുട്ട ബജ്ജിയാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് മുട്ട ബജ്ജി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കഴിക്കാഞ്ഞത്. അങ്ങനെ ബജ്ജിയൊക്കെ തിന്ന് അവിടെ കുറച്ച് കാഴ്ചയും കണ്ട് നിന്ന് ഞങ്ങൾ പതുക്കെ നടന്ന് അവിടെ നിന്ന്, കാരണം മൊത്തം ചുറ്റി നടന്ന് കാണണമല്ലോ. അങ്ങനെ നടന്ന് ഒത്തിരി ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. 10ൽ പരം ഗെയിമുകളുണ്ടായിരുന്നു. എല്ലാ ഗെയിമിലും 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെയാണ്. അങ്ങനെ ഗെയിമിൽ കണ്ട് നടക്കുകയാണ്, ഒരറ്റത്തുനിന്ന് മറ്ററ്റത്തോട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ലൈറ്റൊക്കെ ശരിക്കും അറിയുന്നത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ പകർത്തുന്നതിനെക്കാട്ടിയും അതിമനോഹരം തന്നെയായിരുന്നു ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അത് വീഡിയോയിൽ അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല, നേരിട്ട് കാണുന്നത് വേറെ ഒരു ഫീല് തന്നെയാണ്. കാറ്റാടി ബീച്ച് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സെറ്റപ്പൊക്കെ പരിപാടി. അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ക്രൗഡിൻ്റെ ഇതും ഓട്ടോ സൗണ്ടും വണ്ടികളുടെ സൗണ്ടൊക്കെ കാരണമാണ് ഞാൻ അവിടുത്തെ പാട്ട് പ്ലേ ചെയ്യിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും ഈ കറങ്ങുന്ന സാധനത്തിൽ കയറാനൊരു ആഗ്രഹം എനിക്ക്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ അത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നിന്നപ്പോൾ കയറുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ്. കാരണം കറങ്ങിയവരൊക്കെ ചെറുതായിട്ട് ഒച്ചയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് അമ്മേനെ നോക്കിയപ്പോൾ അമ്മയും അച്ഛനും പുറകിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പല ഷോട്ടിൽ നിന്നും ആംഗിളിൽ നിന്നൊക്കെ അച്ഛൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ട് ഞങ്ങൾ കയറണതിൻ്റെ. അങ്ങനെ ചാടി തുള്ളിക്കളിച്ചൊക്കെയാണ് പോണത്. ലാസ്റ്റ് ഇറങ്ങി വന്നപ്പോൾ ചെറിയ പേടിയൊക്കെ ആയിട്ടാണ് ഇറങ്ങി വന്നത്. കയറിയിട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലട്ടോ ശരിക്കും അതിനകത്ത് കയറുമ്പോൾ. നമുക്ക് ഫാസ്റ്റിലും കറങ്ങുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു കിട്ടി. ഇതിനകത്ത് കയറണം എന്നുള്ള ഒരുപാട് ആഗ്രഹമായിരുന്നു, അതങ്ങനെ സാധിച്ചു കിട്ടി. ഓരോരുത്തരും ഇറക്കി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പൊസിഷൻ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചെടുത്ത വീഡിയോ കേട്ടോ. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ കൈയൊക്കെ നല്ലോണം വിറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റാടി ബീച്ചിലെ ഗെയിമൊക്കെ കണ്ട് ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ബൈ.